Dear students, now I wish to discuss simply supported beams. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസസിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ എൽ ക്യാരിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാൻ യു ഡി. സിംപ്ലി സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ മിഡ് സ്പാൻ വരുന്നു. അതുപോലെ സിംപ്ലി സപ്പോർട്ടിൽ യു ഡിയിൽ വരുന്ന കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസും ചെയ്തു. അതുപോലെ കാൻറ്റിലിവറിൻ്റെയും പ്രോബ്ലംസ് ചെയ്തു. ഇനി ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ആൻഡ് ബി ഫ്രം ദി റൈറ്റ് എൻഡ് എ ഗ്രേറ്റർ ദാൻ ബി. ഈ കേസാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് the distance A from the left end and distance B from the right end. ഓക്കെ, ഇതാണ് ഫിഗർ. ഇത് എ, ഇത് ബി, ഇത് എക്സ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ബി എ എന്ന് പറഞ്ഞ പോയിന്റ്, ടോട്ടൽ ലെങ്ത് L, ഈ പോയിന്റ് സി. ഓക്കെ, അത് നമ്മൾ മൊമെൻ്റ് എടുക്കുകയാണ്. ടേക്കിംഗ് മൊമെൻറ്റ്സ് അബൌട്ട് ബി. ബീനെ അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ 6 × L എന്ന് വരും അല്ലേ. ബീനെ അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ 6 × L എന്ന് പറയും. ഈ ബീനെ അബൌട്ടാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. ബീനെ അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ 6 × L എന്ന് വരും. സീക്വൽ ടു താഴോട്ട് W × ഈ W × ഈ ബി അതും വരും. അപ്പോൾ 6 WB/L എന്ന് കിട്ടും അല്ലേ. 6 WB/L എന്ന് കിട്ടും. RB എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴേക്ക് ഒരു ലോഡ് മാത്രമാണ്, W - WB/L ആയിരിക്കും RB. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L - A ആണ്. L - A ആണ് ബി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ W - WB/L എന്ന് കിട്ടും അല്ലേ. അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡബ്ല്യുവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ WL - B WB എന്ന് വരും, /L എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഇങ്ങോട്ടും പുറത്തും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ കിട്ടും. WL - B/L എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ L - B എന്ന് പറഞ്ഞാൽ WA ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആ ഫിഗർ സൈഡിൽ വരഞ്ഞ് വെച്ച് ചെയ്യുക, അപ്പോൾ മനസ്സിലാവും. WA/L ആണ്. കൺസിഡർ സെക്ഷൻ XX ഓൺ ദി പോർഷൻ CB അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി A അല്ലേ. ഒരു സെക്ഷൻ മുമ്പ് കൺസിഡർ ചെയ്ത പോലെ നമ്മൾ CBയിൽ കൺസിഡർ ചെയ്യുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി A, ഈ X ഡിസ്റ്റൻസിലാണ് A എന്ന്. ഇനി നമ്മൾ മൊമെൻ്റ് എടുക്കുക MX അബൌട്ട് ഈ എക്സിന് അബൌട്ടായിട്ട് നമ്മൾ മൊമെൻ്റ് എടുക്കുക MX. WB/L ആണ്
നമ്മൾ ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ ആർ ബിയും ഡബ്ല്യു എ ബൈ എല്ലും ഒന്ന് കണ്ടുപിടിച്ച് നമ്മൾ. അപ്പോൾ ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു താഴോട്ട് വരുന്നത് ഇത് ആ പോർഷനിൽ അബൌട്ട് എക്സ് എക്സ് എടുക്കുമ്പോൾ ആ പോർഷനിൽ ഉള്ള മൊമെൻറ്റ് മൈനസ് ഡബ്ല്യു എക്സ് മൈനസ് എ ആണ് അല്ലേ. എക്സ് എന്ന് എക്സ് മൈനസ് എ ആണ്. താഴോട്ടുള്ള ഈ ലോഡ് എടുക്കുമ്പോൾ എക്സ് എക്സിന് അബൌട്ട് ആയിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ലോഡാണ് ഉള്ളത്, ഒന്ന് ഇതും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു എക്സ് മൈനസ് എ ആണ് അതിൻ്റെ മൊമെൻറ്റ്. ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് മൈനസ് എ ആണ്. എന്നിട്ട് നമ്മൾ എം എക്സിനെ നമ്മളെ പഴയ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇത് എം എക്സ് ഇത് ഈക്വൽ ടു ഇതാണല്ലോ നമ്മൾ മുമ്പ് ഫസ്റ്റ് ഡിറൈവ് ചെയ്താൽ. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ സാധനം ഇവിടെ എടുത്ത് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ in the above equation when x less than a the term in the bracket is to be neglected as it becomes negative അല്ലേ. എക്സ് ലെസ് ദാൻ എ ആകുമ്പോൾ ആ ടേം നെഗറ്റീവായി മാറും. എന്താ ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം എക്സ് ലെസ് ദാൻ എ ആകുമ്പോൾ അത് നെഗറ്റീവ് ആവും. അങ്ങനെ ആകുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ബ്രാക്കറ്റിലുള്ള ടേം നെഗറ്റീവ് ആവും, എക്സ് ലെസ് ദാൻ എ ആവും. ഇൻ്റഗ്രേറ്റിംഗ് അപ്പോൾ വി ഗെറ്റ് അങ്ങനെ ആകുമ്പോൾ ആ നെഗറ്റീവ് ആകുമ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇക്വേഷൻ ബ്രാക്കറ്റ് നെഗറ്റീവ്. അങ്ങനെ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. എ ഡി വൈ ബൈ ഡി എക്സ് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ളത് ഡി വൈ ബൈ ഡി എക്സ് എന്നാവും, കാരണം ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു എക്സ് സ്ക്വയർ integrating we get in the above equation we get and ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ബി ബൈ എക്സ് സ്ക്വയർ ബൈ 2l തൊട്ട് മൈനസ് ഡബ്ല്യു ബൈ 2 എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും അല്ലേ. പ്ലസ് C1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് വൈ എന്നാവും. ഈ ഡി വൈ ബൈ ഡി എക്സ് വൈ എന്നാവും. ഇവിടെ എക്സ് ക്യൂബ് ബൈ 3 വരുമ്പോൾ അത് 2 × 3 6l ഉണ്ടാവും. ഇപ്പറയും 6 വരും. പ്ലസ് C2 എന്ന് പറഞ്ഞൊരു C1x പ്ലസ് C2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വരും. C1 ആൻഡ് C2 ആർ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ അല്ലേ. C1 ഉം C2 ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻസ് ആണ്. Deflection is 0. Deflection 0 ആകുമ്പോൾ ഉള്ള ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ദാറ്റ് ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. എക്സിനും വൈക്കും 0 വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദി ഇക്വേഷൻ 2 വി ഗെറ്റ് C2 ഈക്വൽ ടു 0. അത് ഇക്വേഷൻ C2 രണ്ടാമത്തെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് അത് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഡിഫ്ലക്ഷൻ A at A the deflection is 0 that is at x equal to 0 y equal to 0. എക്സിനും വൈക്കും 0 ആകുമ്പോൾ
അത് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C2 0 ആയി കിട്ടും. ഇനി അതിനകത്ത് C1 ആണുള്ളത്. അറ്റ് ബിയിൽ അതായത് അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ y is equal to WB by L 6L x cube minus W by 6x minus a whole cube plus C1 x. ഇവിടെ ഈ ഇതിന് എക്സ് ക്യൂബ് വരാൻ കാരണം ഇവിടെ എക്സ് ടേം ഉള്ളതുകൊണ്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കേട്ടോ. എക്സുള്ള ടൈമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. അറ്റ് ബി ദ ഡിഫ്ലക്ഷൻ ഈസ് 0. ബിയിലും ഡിഫ്ലക്ഷൻ 0 ആണ്. ദാറ്റ് ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ വൈ ഈക്വൽ 0. എക്സ് എല്ലാവുമ്പോഴും വൈ 0 ആവുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2. അത് വീണ്ടും ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിനെ എല്ലിന് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ എല്ലിൻ്റെ ടേം എക്സ് ഉള്ളിടത്തൊക്കെ എല്ലിൻ്റെ ടേം ആവും. ഈ വൈ ഇവിടെ ഒരു ഇ വൈയും കൂടി ഉണ്ട്. ഇവിടെ ഒരു ഇ വൈയും കൂടി ഉണ്ട്. അത് എഴുതാൻ മറക്കരുത്, അതിൽ വിട്ടുപോയത്. ഇ വൈ ഇക്വേഷൻ ഇങ്ങനെ ആയി മാറും. ഇ വൈ അങ്ങനെ നമുക്ക് C1 നമുക്ക് മൈനസ് WB by L square by 6 plus WB cube by 6 എന്ന് കിട്ടും അല്ലേ. ഈക്വൽ ടു C1 L എന്ന് കിട്ടും അല്ലേ. അത് ഇവിടെ ബി ക്യൂബ് എന്ന് വരാൻ കാരണം L മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ആണ്, ശ്രദ്ധിക്കുക. അതുപോലെ C1 നമുക്ക് മൈനസ് WB by L by 6 പ്ലസ് WB ക്യൂബ് by 6L എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ WB by 6L അല്ലേ, ബി സ്ക്വയർ മൈനസ് എൽ ക്യൂബ് എന്ന് എൽ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാണ്. അല്ലേ. അങ്ങനെ നമുക്ക് C1 കിട്ടി. C1 നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് C1 ഇൻ ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 കൊടുക്കുമ്പോൾ C1 കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ 2 ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ 3 ക്യാൻ ബി, അപ്പോൾ ഈ ഇക്വേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ 3 ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് സ്ലോപ്പ് അറ്റ് എനി പോയിന്റ് ഇൻ ദി ബീം ആൻഡ് ഇക്വേഷൻ സ്ലോപ്പ് കാണാൻ പറ്റും. അതായത് dy/dx കാണാൻ പറ്റും. y എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആണല്ലോ. സ്ലോപ്പിനെ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇക്വേഷൻ. ആൻഡ് ഇക്വേഷൻ 4 ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് ഇൻ ദി ബീം അല്ലേ. നാലാമത്തെ ഇക്വേഷൻ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ, ആദ്യത്തെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ജനറലി ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഇൻ ദി ലാർജർ സെഗ്മെൻറ്റ് ഓഫ് ദി സ്പാൻ ഇൻ ദി പോർഷൻ AC. അതിൻ്റെ ആദ്യത്തെ പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ആദ്യത്തെ പോർഷനിലാണ് ഈ ആദ്യത്തെ വലിയ സ്പാനിലാണ് ഡിഫ്ലക്ഷൻ അധികം ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. Where maximum deflection occurs, slope is 0, hence equation to 0.
the distance x at which maximum deflection occurs can be found out by neglecting the term in the bracket which is negative. X less than a ബ്രാക്കറ്റിൽ വരുന്ന ഈ എക്സ് ലെസ് താൻ എ ഉണ്ടല്ലോ, ബ്രാക്കറ്റിൽ വരുന്ന ഈ എക്സ് ലെസ് താൻ എ ഉണ്ടല്ലോ, ആ ഒരു ടേം വരുമ്പോൾ എക്സ് ലെസ് താൻ എ ആകുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല, ആ ടേം നെഗ്ലക്റ്റ് ചെയ്യണം. അത് വരുമ്പോൾ ആ ടേം നെഗ്ലക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അല്ലാത്തപ്പം നമ്മുടെ സ്ലോപ്പ് കാണാൻ ഈക്വേഷനും ഏത് പോയിന്റിൽ ഡിഫ്ലക്ഷൻ കാണാൻ ഈ ഈക്വേഷനാണ്. ഇനി നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ എക്സ് ലെസ് താൻ എ എന്ന് വരുമ്പോൾ ആ ഒരു നടുവത്തെ ടേം നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സിൻ്റെ വാല്യൂ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ 2 ടേമാണല്ലോ വരിക. ഈ 2 ടേമും ഉണ്ടാവും. അപ്പോൾ ഈ ടേമും ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഡബ്ല്യു ബി ബൈ 2L എക്സ് സ്ക്വയർ പ്ലസ് WB/6L ബി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈക്വൽ ടു 0. WB/2L അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ തിരിച്ചിടും. ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ അല്ല, മൈനസ് സൈൻ പോകാനും വേണ്ടി ഇതിനെ എൽ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആക്കി എഴുതും. എന്നിട്ട് നമുക്ക് WB ഇതൊക്കെ ക്യാൻസലായി പോകും. ഒരു 3 ബാക്കി ഉണ്ടാവുള്ളൂ. അതിൽ എൽ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ 3 ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടും മാക്സിമം. ഇനി നമ്മൾ മാക്സിമം ഡിഫ്ലക്ഷൻ കാണുവാണ്. എക്സ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 3. ഇൻ ഇക്വേഷൻ 4 മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് സബ്മിറ്റഡ് നെഗ്ലക്റ്റിംഗ് ദ ടേം ഇൻ ദി ബ്രാക്കറ്റ്. അത് നമ്മളിപ്പോൾ ചെയ്ത് ആ ബ്രാക്കറ്റിലുള്ള ടേം നെഗ്ലക്റ്റ് ചെയ്തതുകൊണ്ടാണ് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി വൈ മാക്സ്. അത് എക്സിന് ആ വാല്യൂ അങ്ങ് കൊടുക്കുക. നമ്മുടെ വൈ മാക്സ് കിട്ടാൻ വേണ്ടി മാക്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഇവിടെ നാലാമത് കണ്ടുപിടിച്ച ഇക്വേഷൻ. നാലാമത് WB/, നാലാമത്തെ ഇക്വേഷൻ. അതിൽ ഇവിടെ ക്യൂബ് എന്നാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ക്യൂബ് എന്നാണ് ആ നാലാമത്തെ ഇക്വേഷനിൽ വരുന്നത്. ഇവിടെ 3/2 വരാൻ കാരണം ഈ റൂട്ടിന് നമ്മൾ ഇപ്പോൾ റൂട്ടിലുള്ള സാധനം അതിന് പകരം നമ്മൾ റൂട്ടിലുള്ള സാധനത്തിന് പകരം റേസ് ടു 1/2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീൻ ചെയ്യുന്ന റൂട്ടാണ്. പോരാത്തിന് ഇവിടെ ഒരു 3 ഉണ്ട്. അങ്ങനെയാണ് ആ 3/2 വന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ടേമിൽ ഈ ടേമിൽ നടുവത്തെ എക്സ് മൈനസ് എ എന്നുള്ള ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണ് ഈ എൽ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ ടേം, പിന്നെ ഒരു മൂന്നാമത്തെ ഇക്വേഷനിലല്ല, ഡിഫ്ലക്ഷനാണല്ലോ കാണുന്നത്. ഡിഫ്ലക്ഷൻ കാണുമ്പോൾ നമ്മൾ നാലാമത്തെ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞ ടേം ഇവിടെ ഈ റൂട്ടിനകത്തുള്ള ഈ ടേമിനെ നമുക്ക് റൂട്ട് അവിടെ കളഞ്ഞ് എഴുതാനും വേണ്ടി 1/2 കൊടുക്കും, റൈസ് ടു 1/2 കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ WB/, സ്മോൾ എൽ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റേസ് ടു 3/2
ബൈ ടാൻ √3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്നത്. This is all about today's presentation. അതിനകത്ത് ഡിഫ്ലക്ഷൻ അണ്ടർ ദി ലോഡ് എന്നുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ we will discuss in the next class. Okay, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ചെറിയൊരു ടേമാണ്, അതിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ചെറിയ ഇത്രയും പോകുന്നൊരു പോർഷൻസും കൂടി ഈ ഡെറിവേഷനിൽ വരുന്നു. ഡിഫ്ലക്ഷൻ അണ്ടർ ദി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ വരുന്ന ലോഡ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ചെറിയൊരു പോർഷനാണ്, അതിൽ ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 4 ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. മൊഡ്യൂൾ 4 ഇപ്പം മൊഡ്യൂൾ 3ൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മൊഡ്യൂൾ 3 വാസ്റ്റാണ് കമ്പയറിങ് ടു ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത്. വി വിൽ ഡിസ്കസ് മൊഡ്യൂൾ 4. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾ 3ൻ്റെ ഹാഫ് എടുക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. ഇതിൽ ഒരു ചെറിയ പോർഷനും കൂടി ഡെറിവേഷനിൽ എഴുതാണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ആൻഡ് സ്റ്റേ സേഫ് ഡിയേഴ്സ്.